ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ്. ഇൻ ദി ഫിഗർ PQR is an equilateral triangle. Prove that triangle ABC is also an equilateral triangle. Also prove that the sides are double that of triangle PQR. ഈ ABC എന്ന് പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡ്സിന്റെ ട്വൈസ് ആണ് ഇതിന്റെ സൈഡ്സിന്റെ ലെങ്ത് എന്നും പറയണം. സെക്കൻഡ് പാർട്ട്, ഡ്രോ ദി ഫിഗർ വിത്ത് വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ PQR ആസ് 3 സെന്റിമീറ്റർ. അപ്പോൾ ഓരോ ചിത്രം തന്നിട്ടുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ PQR, അതിന്റെ സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ വെർട്ടീസിലൂടെ ടാൻജൻസ് വരച്ചിരിക്കുന്നതാണിത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് triangle ABC is also an equilateral triangle. അപ്പോൾ ABC equilateral triangle ആണെന്ന് പറയുന്നത് എളുപ്പം എന്താണ്? ABCയുടെ 3 ആംഗിൾ 60 ആണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള രീതി. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്തു. ORും OPയും OQയും ജോയിൻ ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഇങ്ങനെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, മറ്റൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇവിടെ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഓരോ ആംഗിൾ 60 ആണ്. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇത് 60 ആകുമ്പോൾ 60യുടെ ട്വൈസ് ആണ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് ആംഗിൾ QOR 120, ആംഗിൾ POQ 120, ആംഗിൾ ROP 120. അപ്പോൾ ഈ ഓരോ ആംഗിളും സെൻറ്ററിൽ ഉണ്ടാക്കുന്നത്, അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഓരോ സൈഡും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ ട്രയാങ്കിള് ഈ ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാൽ ഇത് 120 ഡിഗ്രിയാണ്. റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിൾ 120 ആണ്. അപ്പോൾ ഈ ആംഗിൾ തോന്നുന്നു 180 മൈനസ് 120. അതുപോലെ ഇത് 120 ആണ്. അപ്പോൾ ഈ ആംഗിൾ തോന്നുന്നു 180 മൈനസ് 120 60. അതുപോലെ ഇതും 60 എന്ന് കിട്ടും. അതായത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C. 3 ആംഗിളും 180 120 കുറച്ചാൽ കിട്ടുന്നത് 60 വീതമായിരിക്കും. അപ്പോൾ 3 ആംഗിളും 60 ആയി കഴിഞ്ഞാൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? സോ ട്രയാങ്കിൾ ABC is an equilateral triangle. Now we have to prove that each side of this outer triangle is double that of the inner triangle. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ ആംഗിൾസും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇത് 120 ആണല്ലോ, ഇതൊക്കെ 120. അപ്പോൾ ഈ ആംഗിൾ 60 ആകുമ്പോൾ 60യുടെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ നോക്കിക്കേ, അതായത് നമുക്ക് കിട്ടിയത് ട്രയാങ്കിൾ ABC an equilateral triangle ആണ്. ഓൾസോ ആംഗിൾ OQR ഈക്വൽ ടു ORQ ഇസ് ഈക്വൽ ടു 180 മൈനസ് 120/2. OQR എന്ന് കണ്ടത്, OQR എന്നുള്ളത് ഈ ആംഗിൾ കണ്ട, ഈ ആംഗിൾ മറ്റേ ഇത് 60 ആണ്. 60യുടെ ഹാഫ് എടുത്താലും മതി. 180 120 കുറച്ച് ഹാഫ് എടുക്കുക. അപ്പോൾ ഈ റേഡിയസിനും ഈ കോഡിനും ഇടയ്ക്കുള്ള ആംഗിള് 60യുടെ ഹാഫ് 30 ആണ്. ഇത് 30 ആകുമ്പോൾ ഇതും 30 ആണ്. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. ഇത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 90 30 കുറച്ച് കഴിയുമ്പോൾ ആംഗിൾ AQR കിട്ടും. ആംഗിൾ AQR is equal to ARQ ഈക്വൽ ടു 90 മൈനസ് 30 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ആണ്, ഇത് 60 ആണ്. അപ്പോൾ കണ്ടോ, ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളായി. അതുപോലെ ഇതും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഇതും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ലെങ്ത് തന്നെയാണിത്, ഈ ലെങ്ത് തന്നെയാണിത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ രണ്ട് ലെങ്തും കൂടി ചേരുന്നതാണിത്. അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ട്വൈസ് ആണ് AB എന്ന് കിട്ടും. അപ്പോൾ AB ഈക്വൽ ടു QR പ്ലസ് QP. ഈച്ച് സൈഡ് ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ട്രയാങ്കിൾ PQR. ക്ലിയർ ആയി പറഞ്ഞത്? അതായത് ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വലാറ്ററിൻ്റെ 1 ആംഗിൾ 60 ആണ്. 60യുടെ ഹാഫ് 30 ആയിരിക്കും ഈ ആംഗിൾ. ഇത് 30 ആകുമ്പോൾ ഇതും 30 ആണ്. 90 30 കുറച്ച് ഇത് 60 കിട്ടും. 90 30 കുറച്ച് 60 കിട്ടും. ഇപ്പോൾ 3 ആംഗിളും 60 ആയതുകൊണ്ട് AQR ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളായി. അപ്പോൾ ഇതിൻ്റെ സൈഡും ഇതിൻ്റെ സൈഡ് ഈക്വൽ ആണ്. ഇതിൻ്റെ 3 സൈഡ് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡിൻ്റെയും കൂടി ലെങ്ത് കൂടുന്നത് ഇതിൻ്റെ ട്വൈസ് ആണ്. അതാണ് നമ്മളവിടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈച്ച് സൈഡ് ഓഫ് ദി ഔട്ടർ ട്രയാങ്കിൾ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദി ഇന്നർ ട്രയാങ്കിൾ. അതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത്. സെക്കൻഡ് പാർട്ട് എന്താ? കൺസ്ട്രക്ട് ദിസ്. അപ്പോൾ ഇത് വരയ്ക്കണേ എന്ത് ചെയ്യണം? ഇത് ഇന്നർ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. അപ്പോൾ ആദ്യം PR എന്ന് പറയുന്ന സൈഡ് വരച്ചു. 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 3 സൈഡും PR എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്തു, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നർ ട്രയാങ്കിൾ കിട്ടി.
ഈ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കണം. സർക്കം സർക്കിൾ വരയ്ക്കാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ കുത്തിയ ഇഷ്ടമുള്ള അളവിൽ ആർക്ക് വരയ്ക്കുക, അതേ അളവിൽ ഇവിടുന്ന് വരയ്ക്കുക. ഇവിടെ ഓൾറെഡി ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് പോയിന്റ് ഈക്വൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് ആണിത്. അപ്പോൾ അതുകൊണ്ട് ഈ വെർട്ടെക്സ് എടുത്താൽ മതി. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ തേർഡ് വെർട്ടെക്സ് കൂടെ കടന്നു പോകും. അടുത്ത ആംഗിളിന്റെയും അടുത്ത സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ. അത് സെന്റർ ആക്കി സർക്കിൾ വരച്ചു. ഈ സർക്കിൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കണം. ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കണം. ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കണം. അപ്പോൾ ടാൻജന്റ് വരയ്ക്കാൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊട്രാക്ഷൻ 90 ഡിഗ്രി വരത്തക്ക ടാൻജന്റ് വരച്ചു. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരച്ചു. അതുപോലെ ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരച്ചു. അപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. കണ്ടോ? ദിസ് ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഫിഗർ തന്നിരിക്കുന്ന അളവിൽ നമ്മൾ വരച്ചു. ക്ലിയർ ആയോ പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. തേർഡ് പ്രോബ്ലം ആണ്. ഒരു സർക്കിള്, അതിലേക്ക് രണ്ട് ടാൻജന്റ് വരച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദി ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ആർ ഈക്വൽ. ഈ ലെങ്ത് ഓഫ് ടാൻജന്റ്, അതായത് സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള രണ്ട് ടാൻജന്റ് ഒരേ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഈ ലൈൻ അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്, കാരണം റേഡിയസ് പെർപെൻഡിക്കുലർ ടാൻജന്റ് ആണ്. ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്, കാരണം റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും 90 ഡിഗ്രി. കൂടാതെ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് ഒ പി. അതായത് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയ ഒ പിയും ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയ ഒ പിയും, അതായത് 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും കോമൺ സൈഡാണ്. പിന്നെയോ റേഡിയസ് രണ്ടിന് ഈക്വൽ ആണ്. റേഡിയസ് അതായത് ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് കിട്ടും. അതായത് ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വൽ ആയി. അപ്പോൾ നോക്കിയേ, ഒരു റൈറ്റ് ട്രയാങ്കിള്, അതിന്റെ രണ്ട് റൈറ്റ് ട്രയാങ്കിള്, ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ, വൺ സൈഡ് ഈക്വൽ. അപ്പോൾ ട്രയാങ്കിൾ രണ്ട് എങ്ങനെ വരും? ഈക്വൽ ആയിരിക്കും. അതായത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും വൺ സൈഡും പരസ്പരം രണ്ട് ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസ് ഈക്വൽ ആവും. ഈക്വൽ ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഓട്ടോമാറ്റിക്കലി തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ പി എ ഒ ആൻഡ് ട്രയാങ്കിൾ പി ബി ഒ ആർ ഈക്വൽ. സോ വി ഗെറ്റ് പി എ ഈക്വൽ ടു പി ബി. പറഞ്ഞ ക്ലിയർ ആയോ? ഇതിങ്ങനെ അല്ലാതെ തെളിയിക്കാം. എങ്ങനെയാ? ഇത് ഈ ലെങ്ത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ആർ സ്ക്വയർ കുറയ്ക്കുന്നതാണ് ഇതിന്റെ ലെങ്തിന്റെ സ്ക്വയർ. അതായത് പി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ. അതുപോലെ പി ബിയും റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. ഒ പിയും ഒ ബിയും കണ്ടോ, ഒ എയും ഒക്കെ ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ്. അങ്ങനെ പൈതഗോറസ് തിയറം വെച്ചും പറയാം. പക്ഷെ ഇത് രണ്ട് ഈക്വലാന്ന് പറയുന്നതുകൊണ്ട്, ട്രയാങ്കിൾ രണ്ട് ഈക്വൽ ആകുന്നതുകൊണ്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമുണ്ട്. പ്രൂവ് ദാറ്റ് ഒ പി ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ ബി ഒ എ. ബി ഒ എ അതായത് റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിളിന്റെ ബൈസെക്ടർ ആണ് ഒ പി എന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ പി എ ഒ എന്ന ട്രയാങ്കിളും പി ബി ഒ എന്ന ട്രയാങ്കിളും ഈക്വൽ ആണ്. ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയി. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എ ഒ പിയും ആംഗിൾ ബി ഒ പിയും. അപ്പൊ എന്ത്? സിൻസ് പി എ ഒ ആൻഡ് പി ബി ഒ ആർ equal, angles opposite to equal sides are equal. So angle AOP equal to angle BOP. AOP എന്ന് പറയുന്ന ഈ ആംഗിളും BOP എന്ന് പറയുന്ന ഈ ആംഗിൾ ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? PO is the angle bisector of angle AOB. So OP bisects angle AOP. AOB എന്ന ആംഗിളിന്റെ ബൈസെക്ടർ ആണ് OP. അത് മാത്രമല്ല, OP എന്ന് പറയുന്ന ഈ ടാൻജൻസിന് ഇടയ്ക്കുള്ള ആംഗിളിന്റെ ബൈസെക്ടറാണ്. കാരണം ഈ രണ്ട് ആംഗിൾ ഈക്വലാ. അത് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെയും കൂടി ഉണ്ട്. അതായത് രണ്ട് ടാൻജൻസിന് ഇടയ്ക്കുള്ള ആംഗിളിന്റെയും ബൈസെക്ടർ ആയിരിക്കും, റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിളിന്റെയും ബൈസെക്ടർ ആയിരിക്കും ഈ സെന്ററിൽ നിന്ന് പുറത്തുള്ള പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന അല്ലെ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അതിന്റെ അടുത്ത പാർട്ട്, ഒരു പാർട്ട് കൂടെ ഉണ്ട്. പ്രൂവ് ദാറ്റ് OP ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB. AB എന്ന് പറയുന്ന ഈ ലൈനിന്റെ അതായത് ഈ കോഡിന്റെ, അതായത് ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമൺ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് OP എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, നമുക്കിപ്പോ കിട്ടിയതേതാ? AO
പി ഈക്വൽ ടു ബി ഒ പി, അതായത് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഈ ചെറിയ രണ്ട് ട്രയാംഗിൾ എടുത്ത് നോക്കിക്കേ, ആംഗിൾ എ സി ഒയും ആംഗിൾ ബി സി ഒയും. അപ്പോ കൺസിഡർ ട്രയാംഗിൾ എ ഒ സി ആൻഡ് ബി ഒ സി. എ ഒ സി എന്ന് പറയുന്നുണ്ട്, ബി ഒ സി എന്ന് പറയുന്ന ട്രയാംഗിൾ എടുത്താല് എ ഒയും ഒ ബിയും റേഡിയസ് ഈക്വൽ ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഈ ഒ സി എന്ന് പറഞ്ഞ രണ്ടിനും കോമൺ സൈഡ് ആണ്. ഒ സി ഈസ് കോമൺ ഫോർ ബോത്ത് ദീസ് ട്രയാംഗിൾസ്. കൂടാതെ എ ഒ സി എന്ന് പറഞ്ഞ ആംഗിളും ബി ഒ സി എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എ ഒ പി എന്ന് പറഞ്ഞാണ് എ ഒ സി, എ ഒ സി എന്ന് പറഞ്ഞാൽ എ ഒ പി, രണ്ടും ഒരേ ആംഗിൾ ആണ്. അതുപോലെ ബി ഒ സി എന്ന് പറഞ്ഞാണ് ആംഗിൾ ബി ഒ പി. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. രണ്ട് സൈഡും ഈക്വൽ ആയ, രണ്ട് സൈഡ്സും ഇൻക്ലൂഡ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ട്രയാംഗിൾ ഈക്വൽ ആയി. ട്രയാംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എ സിയും ബി സി ഈക്വൽ ആണ്. അപ്പോൾ സിൻസ് ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡ് ആംഗിൾ ഈക്വൽ, triangle AOC and triangle BOC are equal. So equal angles are AOC യുടെ ഓപ്പോസിറ്റ് AC യും BOC യുടെ ഓപ്പോസിറ്റ് BC യും ഈക്വൽ ആയി എന്ന് പറഞ്ഞാൽ അർത്ഥം C is the midpoint of ABC എന്ന് പറയുന്നത് AB യുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ നോക്കിക്കേ, സെന്ററിൽ നിന്ന് ഇതതിലൊരു കോഡല്ലേ, സർക്കിളിലെ ഒരു കോഡാണ് AB. അപ്പൊ സെന്ററിൽ നിന്ന് കോഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ കോഡിന് പെർപെൻഡിക്കുലർ ആവുന്ന 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒ സി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്, കാരണം സി മിഡ് പോയിന്റ് ആണ്. അപ്പോൾ എ സി ഈക്വൽ ടു സി ബി ആയതുകൊണ്ട് സി മിഡ് പോയിന്റ് ആയി. അതുപോലെ ഒ സി പെർപെൻഡിക്കുലർ ടു എ ബി ആയി, കാരണം ലൈൻ ജോയിനിങ് സെന്റർ ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. സോ ഒ സി ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. അതായത് സെന്ററിലൂടെ ഇതിന്റെ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഒ പി. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, മറ്റൊരു പ്രോബ്ലം. ദി പിക്ചർ ഷോസ് എ റോംബസ് വിത്ത് ഈച്ച് സൈഡ് ടാൻജന്റ് ടു സർക്കിൾ വിത്തിൻ ഇറ്റ്. ഡ്രോ ദിസ് പിക്ചർ. അതായത് ഒരു സർക്കിള്, അതിന്റെ ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആണ്, അതിന്റെ പുറത്തായിട്ട് ഒരു റോംബസ് വരച്ചിട്ടുണ്ട്, അതിന്റെ ഓരോ സൈഡും ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ്. ഈ ആംഗിൾ 40 ഡിഗ്രി ആണ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. നമുക്കിത് വരയ്ക്കണം. അപ്പൊ നോക്കിക്കേ, ഇതെങ്ങനെ വരയ്ക്കാം? ഇത് 40 ആകുമ്പോൾ നോക്കിക്കേ, ഈ രണ്ട് കോഡങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, ആ ഡയമീറ്റേഴ്സ് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ, ഡയമീറ്റർ പെർപെൻഡിക്കുലർ ടാൻജന്റ് ആയതുകൊണ്ട് ഇത് 90 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഈ റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിളും ഈ ടാൻജന്റിന് ഇടയ്ക്കുള്ള ആംഗിളും കൂടി കൂട്ടിയാൽ 180 വരും. അപ്പൊ 180 നിന്ന് 40 കുറച്ചാൽ 140 ആയിരിക്കും ഈ ആംഗിൾ. ഇത്രയും ആംഗിൾ 140 ആയിരിക്കും. അപ്പോൾ 140 ഡിഗ്രി ആംഗിൾ ഇത് വരുമ്പോൾ ഇതെത്ര വരും? 40 ഡിഗ്രി വരും. കാരണം അതായത് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിള് ഈ ടാൻജന്റിന് ഇടയ്ക്കുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ 180 40 കുറച്ച് 140 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 40 തന്നെ വരും. അപ്പോൾ അതായത് ഈ ഡയമീറ്റേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ 40 ആണ്. ഈ 40 ഡിഗ്രി ആംഗിൾ ഡയമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കുക, ഇവിടെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കുക, ഇവിടെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കുക, ഇവിടെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കുക. വി ഗെറ്റ് ദി റിക്വയർഡ് റോംബസ്. അപ്പോൾ നോക്കിക്കേ, സർക്കിൾ വരച്ചു, തന്നിരിക്കുന്ന റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്താണ്, ഒരു ഡയമീറ്റർ വരച്ചു, എന്നിട്ട് തന്നിരിക്കുന്ന ആംഗിൾ 40 ആയതുകൊണ്ട് 40 ഡിഗ്രി ആംഗിളിൽ അടുത്ത ഡയമീറ്റർ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി വരത്തേക്ക് ചെയ്തിട്ട് ടാൻജന്റ് വരയ്ക്കണം. ഒരു ടാൻജന്റ് വരച്ചു. അതുപോലെ അടുത്ത സൈഡിലും പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ അടുത്ത ടാൻജന്റ് വരച്ചു. അതായത് 90 ആയിരിക്കണം. അതുപോലെ ഈ സൈഡിലും വരയ്ക്കുക, പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രിയിൽ ടാൻജന്റ് വരച്ചു. ഈ സൈഡിലും വരയ്ക്കുക, പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രിയിൽ ടാൻജന്റ് വരയ്ക്കുക. അപ്പോൾ നോക്കിക്കേ, ഒരു റോംബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി റിക്വയർഡ് റോംബസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.